ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ ഫർദർ ആപ്ലിക്കേഷനിലേക്കും അതിൻ്റെ കുറച്ച് പുതിയ ടേംസിലേക്കൊക്കെ പോവുകയാണ്. ലെങ്ത് ഓഫ് എ സ്പേസ് കർവ്, അതാണ് നമ്മൾ ഇനി അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ എത്തുമ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനെ കുറിച്ചൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ടൂളുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി കുറച്ച് നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫിലേക്ക് നമുക്കറിയാം. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്കൊരു കേവ് ഫോം ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതൊക്കെ 2 സ്പേസിലോ 3 സ്പേസിലുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ 2 സ്പേസിലോ 3 സ്പേസിലോ നമുക്കൊരു കേവ് ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. ഇനി ആ കേവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടികളും ആ കേവിൻ്റെ കുറച്ച് ടേംസുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലാണ് നമ്മുടെ ലെങ്ത് ഓഫ് എ സ്പേസ് കേവ് വരുന്നത്. അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ കേവ്, നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ആണ്. ഈ ടി എന്ന നമ്മുടെ പാരാമീറ്റർ എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞത് എഫ് ഡാഷ് ആൻഡ് ജി ഡാഷ് ആൻഡ് എച്ച് ഡാഷ്, അതായത് നമ്മളുടെ ആർ ഡാഷിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് അല്ലെ. ആറിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും എച്ച് ഓഫ് ടി ആവുമ്പോൾ നമ്മൾ ആർ ഡാഷിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് എഫ് ഡാഷും ജി ഡാഷിനെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം കണ്ടിന്യൂസ് ആണ്. അതുപോലെ നമ്മൾ സി എന്ന് പറയുന്നത് ട്രാവേഴ്സ് എക്സാക്ട്ലി വൺ ആസ് ടി. എ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഗ്രാഫ് ഒരു തവണ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ കേവിന്റെ ലെങ്ത് എൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെങ്ത് എൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൽ ഈസ് ഈക്വൽ ടു ഇന്റർവൽ എ ടു ബി. നമ്മളുടെ നമ്മുടെ ടി പാരാമീറ്ററിന്റെ ഇന്റർവൽ എവിടെയാണ്? എയുടെയും ബിന്റെയും ഇടയിലാണ്. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ടി ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഒരു സാധനം എന്താ? ഇത് നമ്മളുടെ നോം ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു അല്ലെ. നമ്മൾ നോം ആർ ഓഫ് ടി എന്ന് പറഞ്ഞ എന്തായിരുന്നു? റൂട്ട് ഓഫ് എഫ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് ടി സ്ക്വയർ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ലെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എൽ ഈസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആയിരിക്കും. അപ്പൊ നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എ സ്പേസ് കേവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ആർ ഓഫ് ടി എന്നൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ പാരാമീറ്ററിന്റെ ഇന്റർവൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലെങ്ത് ഓഫ് എ കേവ്, ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഫോം ചെയ്യുന്ന കേവിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പാരാമീറ്ററിന്റെ ഇന്റർവൽ എ ടു ബി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ നോം ആർ ഡാഷ് ഓഫ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് അല്ലെ. അപ്പൊ നമുക്കൊരു റിയൽ വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് അതിന്റെ ലെങ്ത് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലെങ്ത് എന്താ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാട്ട് ഈസ് സ്മൂത്ത് കേവ്, അതായത് നമ്മളൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന കേവിന്, ഒരു കേവ് ദാറ്റ് ഡിഫൈൻഡ് ബൈ എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരുന്ന കേവിന് ഒരു പാരാമീറ്റർ ടി ഐ ഇന്റർവെല്ലിൽ നമ്മൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരുന്ന കേവിന് സ്മൂത്ത് കേവ് എന്ന് എപ്പോഴാണ് വിളിക്കുക? സ്മൂത്ത് കേവ് എന്ന് വിളിക്കുന്നത് ഇഫ് നമ്മൾ ആർ ഓഫ് ടി ആണ് നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ സ്മൂത്ത് കേവ് എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആർ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആർ ഡാഷ് ഓഫ് ടി നോട്ട് 0 ഫോർ ഓൾ ടി ഇൻ ഐ. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരുന്ന നമ്മുടെ കേവിനെ സ്മൂത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആർ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസും അതുപോലെ തന്നെ ആർ ഡാഷ് ഓഫ് ടി നോട്ട് 0, നമ്മൾ ആ ഇന്റർവെല്ലിൽ ആർ ഡാഷ് ഓഫ് ടി 0 എന്നുള്ള വാല്യൂ എന്ത് ചെയ്ത് മാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കേവുകളാണ് നമ്മൾ എന്ത് പറയാ? സ്മൂത്ത് കേവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താ തന്നിട്ടുള്ളത്? ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി നമ്മൾ കാണുന്നു. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി 3t സ്ക്വയർ പ്ലസ് ഇതെന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം ഇതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ 3t സ്ക്വയറും 2tയും കണ്ടിന്യൂസ് ആണ്. അതുപോലെ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 വരുന്നവർ ടി 0 ആവുന്ന കേസിൽ ആർ ഡാഷ് ഓഫ് ടി 0 ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ സ്മൂത്ത് കേവ് ആവുന്ന എപ്പോഴാണ്? 0 ഇല്ലാത്ത ഏതൊരു ഇന്റർവെല്ലും നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിലെ
നമ്മളെ വെക്ടർ ഈ തന്ന എക്സാമ്പിൾ വെക്ടർ വാല്യൂ ഫംഗ്ഷന്റെ കേവ് എന്ന് പറയാം സ്മൂത്ത് എന്ന് പറയാം. എപ്പോൾ മാത്രമാണ് ഈ സ്മൂത്ത് എവരി വേർ എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് 0 ഉൾപ്പെടെയുള്ള ഇല്ലാത്ത എല്ലാ കേവിലും എല്ലാ ഇന്റർവെല്ലിലും എന്താണ് ഈ കേവ് സ്മൂത്ത് ആയിരിക്കും. കാരണം എന്താ, അറ്റ് എ പോയിന്റ് 0 r'(t0) എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അറ്റ് എ പോയിന്റ് 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇന്റർവെല്ലൊന്നും അത് എന്തല്ല, സ്മൂത്ത് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ലെങ്ത് കാണാനുള്ള, നമ്മുടെ ലെങ്ത് ഓഫ് എ സ്പേസ് കേവ് കാണാനുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കാറ്റനറി r(t). കാറ്റനറി എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ കാറ്റനറി r(t) ദീസ് തിങ്സ് എന്നൊക്കെ തരുമ്പോൾ നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു കേവ് തരും. ആ കേവിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒരു പേരായിരിക്കും. നമുക്ക് ഒരു കാറ്റനറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. നമുക്ക് ലെങ്ത് കാണണമെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്മൾക്ക് ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ഡെഫിനേഷൻ പ്രകാരം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ നമുക്ക് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വേർഡുകളൊന്നും കാണുമ്പോൾ പ്രോബ്ലത്തിൽ പേടിക്കേണ്ട. നമുക്ക് ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പാരാമീറ്ററിന്റെ ഇന്റർവെൽ കാണുക, അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. നോർമൽ r'(t) ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ലെങ്ത് കിട്ടുന്നുള്ളൂ. ഓക്കെ, നമ്മളെ കാറ്റനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു റാ ഷേപ്പിൽ കിടക്കുന്ന, റാ ഷേപ്പിലോ റാ തലതിരിച്ചോ അല്ലാണ്ട് നിൽക്കുന്ന, ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ, നമുക്കൊരു രണ്ട് പോയിന്റിൽ നമ്മളൊരു ചെയിൻ ഹാങ് ചെയ്താൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന സ്ട്രക്ചറിനെയാണ് കാറ്റനറി എന്ന് പറഞ്ഞു തോന്നുന്നു. എനിവേ നമുക്കത് നോക്കാം. എനിവേ നമുക്കിപ്പോൾ കാണേണ്ടത് ലെങ്ത് ഓഫ് നമ്മുടെ കാറ്റനറി ആണ്. ആ കാറ്റനറി തരുന്ന നമ്മളുടെ ഫംഗ്ഷൻ ഏത്, r(t), വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ r(t) ti പ്ലസ് കോസ് ht, നമ്മുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ti പ്ലസ് കോസ് htj. എന്നിട്ട് നമ്മളുടെ പാരാമീറ്റർ ഇന്റർവൽ t0 to t1 വരെയാണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 1 എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെക്ടർ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ r' കാണണം, കാരണം അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. നോം r'(t) നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറ്. അപ്പൊ ലെങ്ത് ഓഫ് ദ കർവ് കാണാൻ വേണ്ടിയിട്ട് a to b നോം r'(t) നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ 0 to 1 നോം കാണുമ്പോൾ നമ്മൾ r' ഇവിടെ കണ്ടിട്ടുണ്ട്. r'-ന്റെ 1² പ്ലസ് സൈൻ എച്ച് ടിയുടെ r' ആകുമ്പോൾ കോസ് എച്ച് ടി സൈൻ എച്ച് ടി ആവും അല്ലെ. അപ്പോൾ അതിന്റെ സൈൻ എച്ച് ഹോൾ സ്ക്വയർ വരും. 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായാലും സൈൻ എച്ച് സ്ക്വയർ ടി എന്ന് പറയുന്നത് കോസ് എച്ച് ടി ആയിരിക്കും. റൂട്ട് ഓഫ് കോസ് എച്ച് സ്ക്വയർ ടി വരും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ കോസ് എച്ച് ടി എന്ന് വരും. അപ്പോൾ 0 to 1 കോസ് എച്ച് ടി എന്ന് പറയുന്നത് വീണ്ടും സൈൻ എച്ച് ടി വരും. നമ്മൾ അതിന്റെ ലിമിറ്റ് കൊടുക്കുന്നു, അതിന്റെ സൈൻ എച്ച് 1. അപ്പൊ നമ്മളുടെ ലെങ്ത് എന്ന് പറയുന്നത് സൈൻ h1 ആയിരിക്കും. ഓക്കെ, നമ്മൾ സിമ്പിൾ ഇന്റഗ്രേഷൻ മാത്രമേ നമുക്ക് ബൈ ഡെഫിനേഷൻ നമ്മൾ എന്താ, നമുക്ക് ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് കാണാനുള്ള ഇക്വേഷനിൽ നമുക്ക് ആ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ സെക്കൻഡ് പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ബിറ്റ്വീൻ 001 and 100 ഓഫ് ദ ഹെലിക്സ് y is equal to sin 2πx, z is equal to cos 2πx. ഓക്കെ, അപ്പൊ നമുക്കൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഫോമിൽ ഒരു ഇക്വേഷൻ ഫോം, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ വെക്ടർ ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഫോമിലല്ല തന്നത്. അപ്പൊ അതിന് നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യാം. എന്നിട്ട് അതിനെ വെക്ടർ വാല്യൂഡ് ഇക്വേഷന്റെ ഫോമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്നിട്ട് അതിനെ നമുക്ക് ഇന്റഗ്രേഷൻ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ y is equal to sin 2πx ഉം z is equal to cos 2πx ഇല്ലേ. അപ്പോൾ y-യും x-ഉം തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, z-ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ. x equal to t എന്ന് കൊടുക്കുക. അപ്പൊ y is equal to sin 2πt, z is equal to cos 2πt. അപ്പൊ ഇതൊക്കെ എന്ത് വന്നു, t എന്ന് പറയുന്നത് സിംഗിൾ പാരാമീറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതല്ലേ പാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. എക്സും വൈയും സെറ്റിനെയും ഒരു ഫംഗ്ഷൻ സെയിം പാരാമീറ്ററുള്ള ഒരു ഫംഗ്ഷനിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷന്റെ ഇക്വേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സ് വൈ സെറ്റിന് സെയിം പാരാമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് ടി കൊടുത്താൽ നമുക്ക് എക്സ് ഈക്വൽ ടി, വൈ ഈസ് ഈക്വൽ ടു 2π, എക്സിന് 2π സൈൻ 2πt എന്ന് വരും. അതുപോലെ സെഡ് ഈസ് ഈക്വൽ ടു കോസ് 2πx, ഉള്ളത് എക്സിന്റെ പാരാമീറ്റർ ടി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു കോസ് 2πt എന്ന് പറയും. അപ്പൊ നമ്മൾ പാരാമീറ്ററൈസേഷൻ നമ്മൾ മുന്നത്തെ സിലബസിലൊക്കെ ഇത് മുന്നത്തെ സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പാരാമീറ്ററൈസേഷൻ അല്ലെങ്കിൽ ഒന്ന് റീകോൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒരു തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പാരാമീറ്ററൈസേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെമിസ്റ്ററിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്തു.
അപ്പോൾ നമുക്ക് എക്സും വൈയും സെറ്റും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു വെക്ടർ വാല്യൂ, അപ്പോൾ നമുക്ക് ആസ് എക്സ് വൈ സെറ്റ് വാല്യൂസ് 0 0 1 1 0 0. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു ടി ആണ് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി ആയിട്ട് നമുക്ക് ടി എന്ന പാരാമീറ്ററിന്റെ വാരി ചെയ്യുന്ന അല്ല. അപ്പോൾ നമുക്ക് അത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ എക്സ് ഈക്വൽ ടു ടി ആയതുകൊണ്ട് നമ്മൾ ടിയുടെ ഒരു ഇന്റർവെൽ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വാരി ചെയ്യുന്നു നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എക്സ് ഇവിടെ 0 മുതൽ 1 വരെയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടി ആയതുകൊണ്ട് ടി എന്ന് പറയുന്നത് നമ്മുടെ പാരാമീറ്റർ ടി വാല്യൂസ് 0 to 1. ഓക്കെ, അപ്പോൾ നമുക്ക് വേണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാരാമീറ്റർ സിംഗിൾ പാരാമീറ്റർ വെക്ടർ വാല്യൂഡ് ഇക്വേഷനിലെ സിംഗിൾ പാരാമീറ്ററിന്റെ ഇന്റർവെൽ ആയിരുന്നു നമുക്ക് വേണ്ടത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അത് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മളെ പാരാമീറ്റർ ഇക്വേഷൻ റെപ്രസെന്റേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ടീന്റെ വാല്യൂ. കാരണം ഇവിടെ എക്സ് വൈ സെറ്റ് 0 0 1 നിന്ന് 1 0 0 ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ലെങ്ത് ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടി എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മളൊരു പാരാമീറ്റർ ഇക്വേഷൻ എപ്പോഴും നമുക്ക് കറക്റ്റ് എക്സിന്റെ അല്ല എടുക്കേണ്ടത്. നമ്മൾ പാരാമീറ്ററൈസ് ചെയ്ത ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആ ടീന്റെ വാല്യൂ, ഈ എക്സ് വൈ സെറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുമ്പോൾ ടി എങ്ങനെയാണ് വാരി ചെയ്യുക, എക്സ് വൈ സെറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വാരി ചെയ്യുമ്പോൾ ടി എങ്ങനെയാണ് വാരി ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്നാണ്? നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്നാണ്. അപ്പോൾ ബൈ ലൈക്ക് നമുക്ക് എന്താ അറിയാം? എക്സ് ഈക്വൽ ടു ടി എന്നുള്ള പാരാമീറ്ററൈസേഷൻ ഉള്ളതുകൊണ്ട് എക്സ് eങ്ങനെയാണ് വാരി ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ടായിരിക്കും ടിയുടെ ഇവിടുത്തെ വാല്യൂ വരിക. ടി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവുക. അപ്പോൾ ടി ഇവിടെ വാരീസ് ബിറ്റ്വീൻ 0 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വെക്ടർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ, അപ്പോൾ നമ്മൾ ഈ പാരാമീറ്റർ ഇക്വേഷൻ നമുക്ക് വെക്ടർ ഇക്വേഷൻ എഴുതാൻ ടി ഐ പ്ലസ് സൈൻ ട്യൂബ് ഒന്നുമില്ല, എക്സ് ഐ വൈ ഐ പ്ലസ് സെറ്റ് ജെ എന്നാണല്ലോ. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ടി, വൈക്ക് ഇവിടെ സൈൻ 2 പൈ ടി, സെറ്റിന് കോസ് 2 പൈ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ വെക്ടർ ഇക്വേഷൻ കിട്ടി. അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെങ്ത് കാണാൻ വേണ്ടി ആർ ഡാഷ് വേണം. ആർ ഡാഷ് കാണുന്നു. സിമ്പിൾ ഡിഫറൻഷിയേഷൻ അവിടെ വരുന്നുള്ളൂ കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. ലെങ്ത് കാണാൻ വേണ്ടി ഇക്വേഷൻ എ ടു ബി ആണ്. എ ടു ബി വാരി ചെയ്യുന്നത് 0 നിന്ന് 1 നമ്മൾ നേരത്തെ കണ്ടെത്തി. എന്നിട്ട് നോമ ആർ ഡാഷ് ഓഫ് ടി, അപ്പോൾ അതിൻ്റെ ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 പൈ കോസ് 2 പൈ ടി ഹോൾ സ്ക്വയർ, ഇവിടെ മൈനസ് 2 പൈ സൈൻ 2 പൈ ടി ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. 1 1 ഇവിടെ 2 പൈ കോമൺ ആണ്, സ്ക്വയർ 4 പൈ സ്ക്വയർ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ √1 + 4 പൈ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 0 to 1 1 വരുന്നു അല്ലേ. കോസ് സ്ക്വയറും സൈൻ സ്ക്വയർ എന്ത് വരും? കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആവും അല്ലേ. ബാക്കി ഇവിടുത്തെ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് √1 + 4 പൈ സ്ക്വയർ ആണ് നമ്മുടെ ലെങ്ത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് കിട്ടിയാൽ മതി? നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിലേക്ക് വേണ്ട ആർ ഡാഷ് കാണാൻ, അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ടി നമ്മളെ പാരാമീറ്റർ എവിടെ തൊട്ട് എവിടെ വരെയാണ് വാരി ചെയ്യുന്നത് കണ്ടെത്തിയിട്ട് അതിന്റെ ആ ഒരു വാരി ചെയ്യുന്ന റേഞ്ചിൽ വെച്ചിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ആണല്ലോ. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡയറക്റ്റ് തന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെയല്ല, ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ തന്ന പോലെ നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കൃത്യമായി തന്നിട്ടില്ലെങ്കിൽ ആദ്യം നമുക്ക് തന്ന ആ കേവിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ നോക്കുക. പാരാമീറ്ററൈസേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതൊന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച റീകോൾ ചെയ്തിട്ട് പറ്റുള്ളൂ. അടുത്ത പ്രോബ്ലം എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് 1 ടേൺ ഓഫ് ദ ഹെലിക്സ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ടി എവിടെ തൊട്ട് എവിടെ വരെയാണ് വാരി ചെയ്യുന്നത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല അല്ലേ. അപ്പൊ നമുക്കറിയാം 1 ടേൺ ആണ്. അപ്പൊ നമുക്ക് ഹെലിക്സ് ഒക്കെ നമ്മൾ എന്തായിരുന്നു? കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. ഇത് നമ്മൾ മുന്നേ ഇതിന്റെ ഒരു എക്സാമ്പിളിലും വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ എക്സാമ്പിളിലും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പോ സർക്കുലർ ഹെലിക്സ് ആയിരുന്നു. അപ്പൊ ഇതൊരു 1 ടേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? 0 നിന്ന് 2 പൈ എത്തുന്ന വരെയായിരിക്കും ഇതൊരു 1 ടേൺ വരാം. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടിയുടെ ഇന്റർവൽ തന്നില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഈ ഹെലിക്സ് മേക്സ് 1 ഫുൾ ടേൺ ടി എപ്പോഴാണ് വരുന്നത്? 0 നിന്ന് 2 പൈയിലേക്ക് നമ്മുടെ പാരാമീറ്റർ ടി വാരി ചെയ്യുമ്പോഴാണ് ഒരു 1 ടേൺ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആർ ഓഫ് ടി ഉണ്ട്. ടി വാരി ചെയ്യുന്ന നമുക്ക് ഇന്റർവെലും കിട്ടിക്കഴിഞ്ഞ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ കൊടുത്താൽ മതി. വാരി ചെയ്യുന്നത് 0 മുതൽ 2 പൈ വരെ. അതുപോലെ ആർ ഡാഷ് ഓഫ് ടീന്റെ എന്ത് കാണുന്നത്? നമ്മൾ ആർ ഡാഷ് ഓഫ് ടീന്റെ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ആർ ഡാഷ് ഓഫ് ടീയിൽ നമ്മൾ ഓരോ കമ്പോണന്റ് ഫംഗ്ഷന്റെ ഡാഷിനും ജി ഡാഷിനും എച്ച് ഡാഷിനൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് സ്ക്വയർ പവർ എടുത്തിട്ട് റൂട്ട് കാണുന്നു. അപ്പോൾ അതൊന്നും ആ ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട. നമുക്ക് വരുന്ന പ്രോബ്ലത്തിലൊക്കെ നമുക്ക് കണ്ടു. എന്തായാലും സൈൻ ടി കോസ് ടി ഒക്കെ വരുമ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1ലേക്ക് പോകും. അങ്ങനത്തെ സിമ്പിൾ റൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ചെറുതാക്കിയിട്ട് സിമ്പിൾ കണ്ടോ അവസാനം ഈ ഒരു
ഒരു സാധനം റെഡ്യൂസ് ചെയ്ത് നമുക്ക് 0 to 2π√2 ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫോമിലേക്ക് എപ്പോഴും ചെറുത്. അങ്ങനത്തെ പ്രോബ്ലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, എക്സാമിന് വരുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കുക, നമുക്ക് അതിനെ ചെറുതാക്കാനുള്ള സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു വഴി അവിടെ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമുക്ക് 2π√2 എന്നുള്ള സാധനം കിട്ടും. അപ്പൊ ഒന്നുമില്ല, നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരണം. തരാത്ത കേസിലാണെങ്കിൽ നമ്മൾ ആ കേർവിനെ പാരാമീറ്ററൈസ് ചെയ്തിട്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കാണുന്നു, അതിന്റെ പാരാമീറ്ററിന്റെ ഇന്റർവെൽ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് ഓവർ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. r'(t) നോം r'(t) നമ്മൾ ആ ഓവർ ആ ഇന്റർവെൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ലെങ്ത് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഒരു ഏതൊരു പ്രോബ്ലം തന്നാലും അപ്പൊ ഇനി ഒരു ലെങ്ത് ഓഫ് എ ആർക്ക് കാണാൻ പറഞ്ഞാൽ നമുക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റിലേക്കാണ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ അല്ലെ. അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്ത ഒരു പാരാമീറ്റർ ടി ആയിരുന്നു. അപ്പൊ ഇപ്പൊ വെലോസിറ്റിന്റെ കേസിലായാലും ആക്സലറേഷന്റെ കേസിലും ടൈം ആയിരുന്നു നമ്മളെ പാരാമീറ്റർ അല്ലെ. അപ്പോ നമ്മളെ പാരാമീറ്ററിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർക്ക് ലെങ്ത് പാരാമീറ്റർ നമ്മളിപ്പോ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർക്ക് ലെങ്ത്, അതിനൊരു പാരാമീറ്റർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ആ പാരാമീറ്ററിന്റെ ടേമിൽ നമ്മളെ വെക്ടർ വാല്യൂ ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഈസ് എ നാച്ചുറൽ പാരാമീറ്റർ ഫോർ ഡിസ്ക്രൈബിങ് മൂവിങ് ബോഡി അല്ലെ. ഒരു മൂവിങ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും അതിന്റെ ടൈം ആയിരുന്നു നമ്മളുടെ പാരാമീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ പക്ഷെ ഒരു കേർവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റിനെ വെച്ച് നമ്മൾ കേർവ് എടുക്കുകയാണ്. ആ കേർവിന് അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഈ കേർവിന്റെ ഡിസ്റ്റൻസിനെ നമുക്ക് പാരാമീറ്റർ, അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസിനായിട്ട് നമുക്കത് ആ ഒരു ആർക്ക് ലെങ്ത്തിന്റെ പാരാമീറ്റർ ആക്കി എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കേർവിന്റെ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി നമുക്ക് ഡിസ്ക്രൈബ് ആയിട്ട് പറയാൻ കഴിയും. അപ്പൊ എന്താണ്, നമ്മളൊരു കേർവിന്റെ കുറച്ച് പ്രോപ്പർട്ടികൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ടീനെക്കാട്ടിലും നമ്മുടെ ടൈമിനെക്കാട്ടിലും നമുക്ക് നന്നാവുക എന്താണ്, നമ്മുടെ ആർക്ക് ലെങ്ത്തിനെ നമ്മളെ പാരാമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി അതിനെ സ്റ്റഡി ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എളുപ്പം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത്തിനെ പാരാമീറ്റർ ആക്കി എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമ്മളെ കേർവിൽ ഒരു ബേസ് പോയിന്റ് ഉണ്ടാവും, ആ T0 എന്ന് പറയും. അപ്പൊ T0 എന്ന P(T0), അതായത് P(T0) ആ T0 മാപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പം P(T0) എന്ന കേർവിൽ ഒരു പോയിന്റ് ആണ്, അതൊരു ബേസ് പോയിന്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഓരോ ടി വാല്യൂക്കും നമുക്ക് കേർവിലൊരു ടി വാല്യൂക്ക് കറസ്പോണ്ട് ചെയ്യാൻ നമ്മൾ കേർവിൽ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു കേർവിനെ എങ്ങനെയാണ് എന്താണ് ആർക്ക് ലെങ്ത് ഉപയോഗിച്ചിട്ട് പാരാമീറ്ററൈസ് ചെയ്യുന്നത്, T0. അപ്പൊ T0 എന്നൊരു പോയിന്റ് നമ്മൾ എടുക്കുന്നത്, അത് നമ്മളെ ബേസ് പോയിന്റ് ആക്കി എടുക്കുന്നത്. ആ T0 P(T0) എന്ന് പറഞ്ഞാൽ കേർവിൽ ഒരു പോയിന്റിലേക്ക് മാപ്പ് ചെയ്യില്ലേ, ആ പോയിന്റിൽ നിന്ന് നമ്മളെ ഓരോ കേർവിന്റെ ഓരോ അതർ പോയിന്റിലേക്കുള്ള ലെങ്ത്തിനെ നമ്മൾ പാരാമീറ്റർ ആക്കി എടുക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ പാരാമീറ്റർ ആക്കി മാറ്റിയിട്ട് നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ പാരാമീറ്ററിനെ ടി എന്ന പാരാമീറ്ററിനെ നമ്മുടെ ആർക്ക് ലെങ്ത് എന്നൊരു പാരാമീറ്ററിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നേ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്താണെന്നൊക്കെ നമുക്ക് പറയണം അല്ലെ, എങ്ങനെയാണ് നമുക്ക് മാറുന്നതൊക്കെ പറയണം. അപ്പൊ അതിന് മുന്നേ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് നമ്മള് സ്മൂത്ത് കേർവാണ്. അപ്പൊ സ്മൂത്ത് കേർവ് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ഡെഫിനിഷൻ അല്ലെ. അപ്പൊ ഇതിലൊക്കെ പറയാം, ഈ ഒരു ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് എ സ്മൂത്ത് കേർവ് എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് സ്മൂത്ത് കേർവ് ആണ്. അത് നമ്മളെ കേർവ് ബൈ എന്താണ് നമ്മളുടെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സ്മൂത്ത് കേർവ് ആണ്. R(t) എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന കേർവ് ആണ് സി. അതിൽ നമ്മളെ നമ്മളെ പാരാമീറ്റർ എൻ്റെയും ബിന്റെയും ഇടയിലുള്ളതാണ്. അതിൽ T0 എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസ് പോയിന്റ് ആക്കി എടുക്കുന്നത്, ഒരു ബേസ് പോയിന്റ് ആക്കി എടുക്കുന്ന ടിയുടെ പാരാമീറ്ററുള്ള പോയിന്റ് T0 എന്ന് പറയുന്നു. അത് ടിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ എൻ്റെയും ബിന്റെയും ഇടയിലുള്ള ഒരു ടിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു പാരാമീറ്റർ T0 നമ്മൾ എടുക്കുകയാണ്. അതാണ് നമ്മളുടെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു ആർക്ക് ലെങ്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെയും ബിന്റെയും ഇടയിലുള്ള ആർക്ക് ലെങ്ത് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇന്റഗ്രൽ ഓവർ A to B നോം ഓഫ് R'
ആർ ഡാഷ് ഓഫ് യു ഡി യു എന്നായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എ ടു ബി ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ലെങ്തിനെ, നമ്മുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ കൊണ്ടുവരികയാണ്. ആ എസ് ഓഫ് ടിയുടെ പാരാമീറ്റർ ടി ആയിരിക്കും. ആ എസ് ഓഫ് ടി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ബേസ് പോയിന്റ് ടി നോട്ട് എടുക്കുന്നു. ഫ്രം ടി നോട്ട് ടു ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് എന്തിനെ, നമ്മൾ ആർ ഡാഷ് ഓഫ് യു ഡി യുവിന്. ഓക്കെ, അപ്പൊ ആറ് തന്നിട്ടുണ്ട്. അപ്പൊ ആർ ഡാഷ് ഓഫ് യു നമുക്ക് കാണാം. ആർ ഡാഷ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഫൈനലി ടിയിലേക്ക് വരുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ടീന്റെ സ്ഥാനത്ത് യു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആർ ഓഫ് യുവിനെ ഡെറിവേറ്റ് ചെയ്യുന്നു. അപ്പൊ ആർ ഡാഷ് ഓഫ് യു നമുക്ക് കാണുന്നു, അതിന്റെ നോം എടുക്കുന്നു, എന്നിട്ട് ടി നോട്ട് മുതൽ ടി വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഫംഗ്ഷൻ നമുക്ക് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ വരും അല്ലേ. കാരണം അതിന്റെ എന്താ, നമ്മൾ അതിൽ കൊടുക്കുന്ന അതിന്റെ ഇന്റഗ്രലിന്റെ എ ടു ബി, ഇവിടെ ടി നോട്ട് മുതൽ ടി വരെ റിയൽ നമ്പർ അല്ല, ഒരു വാരിയബിൾ ആണ് നമ്മൾ ഇന്റഗ്രേഷൻ നമ്മൾ അവസാനം കൊടുക്കുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻ ദ ടേം ഓഫ് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമ്മളുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ ടി നോട്ട്, നമ്മളെ ബേസ് പോയിന്റ് നമ്മൾ ടി നോട്ടായി എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിൽ നമുക്ക് ബേസ് പോയിന്റ് അവിടെ തരുമോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ആ ടി നോട്ട് എന്ന് പറഞ്ഞ ഒരു ബേസ് പോയിന്റ് ആണ്. അത് ടി നോട്ട് ടു നമ്മുടെ പാരാമീറ്റർ ടി വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നോം ആർ ഡാഷ് യു ഡി യു. അപ്പൊ ഇതാണ് നമ്മളുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ നമ്മളെ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ടി എന്ന് പറയുന്ന പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് എസ്സിനെ കിട്ടും. അപ്പൊ എസ് ഈസിക്കൽ ടു ടി ടേമുകളിൽ എന്തൊരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ വരാം. അപ്പൊ ഈ എക്സ്പ്രഷൻ നമുക്ക് ടി ഈസിക്കൽ ടു എസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാലോ. ഓക്കെ, നമ്മളെ ഇനി വരുന്ന പ്രോബ്ലത്തിലൊക്കെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് എസ് ഓഫ് ടീനെ ടീന്റെ ടേമുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ വരിക. അപ്പൊ ഇവിടെ ടി ഉള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ചിലപ്പോൾ ടിയോ ടി സ്ക്വയറോ ടി ക്യൂബ് എ ടി അല്ലെങ്കിൽ 1+t ഹോൾ സ്ക്വയർ എന്നൊക്കെ വരുമായിരിക്കും. ഈ എക്സ്പ്രഷനെ നമുക്ക് ടീനെ എസിന്റെ ടേമിലേക്ക് നമുക്ക് ഇവിടെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ആർ ഓഫ് ടിയിൽ നമ്മൾ ആ ടി എസിന്റെ ടേമിലെ ടീനെ നമ്മൾ ഇവിടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ നമ്മളുടെ എന്താ പറയാ ആർക്ക് ലെങ്ത് പാരാമീറ്ററിന്റെ അതിലേക്ക് മാറ്റിയത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ടി ഈക്വൽ ടി നോട്ട് ആണെങ്കിൽ എസ് ഓഫ് ടി എന്ന് പറഞ്ഞത് എന്താ, എസ് ഓഫ് ടി നമ്മൾ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആണ് അല്ലെ, ലെങ്ത് ഫംഗ്ഷൻ. അപ്പൊ എസ് ഓഫ് ടി എന്നാൽ ടി നോട്ട് മുതൽ ടി വരെയുള്ള അതിന്റെ ലെങ്ത് ആണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടീനെക്കാളും ചെറുതാകുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എസ്സിന്, അപ്പൊ നമ്മൾ എസ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത്, അതായത് നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ, ഇതിൽ ഈ എസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഈ എസ് എന്ന് പറയുന്നതിന് നമുക്ക് ടിയുടെ കുറച്ച് എക്സ്പ്രഷൻ ആക്കി ഇവിടെ എഴുതാൻ പറ്റും. കാരണം എസ് എന്ന് പറഞ്ഞാൽ ടി എന്ന പാരാമീറ്ററിൽ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എസ് ഈസിക്വൽ ടി സ്ക്വയറിനോ അപ്പൊ എസ് ഈസിക്വൽ ടി ക്യൂ എന്നൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ വരികയായിരിക്കും. അവിടെ നമുക്ക് ടീനെ എസിന്റെ ടേബിളിലേക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ എസ് ഈസിക്വൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടി ഈസിക്വൽ ടു റൂട്ട് എസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ടി ഈസിക്വൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ആർ ഓഫ് ടി പാരാമീറ്റർ ടിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആർ ഓഫ് ടിയിലെ ടീന്റെ സ്ഥാനത്ത് ടി നമ്മൾ എസ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. ആ എക്സ്പ്രഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എസിന്റെ പാരാമീറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത്ര മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എസ് ഓഫ് ടി കാണുന്നത് എങ്ങനെയാണ്, ടി നോട്ടിന് ടിയിലേക്ക് നമ്മൾ ഇത് മോഡല്ല നോം ആർ ഡാഷ് ഓഫ് യു ഡി യു ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ടി നോട്ട് ടു ടി നമ്മുടെ നോം ആർ ഡാഷ് ഓഫ് യുന്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ടി പാരാമീറ്ററിനെ നമ്മുടെ ആർക്ക് ലെങ്ത് പാരാമീറ്ററിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ ചെയ്യുന്ന ഒന്നുമില്ല, നമ്മള് ആ എസ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then we may able to ടി ആസ് എ ഫംഗ്ഷൻ ഓഫ് എസ്, നമുക്ക് എസ് എന്ന് പറയുന്ന എസിന്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടെത്താം. അതിൻ്റെ ഒരു എസ് നമ്മുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷനെ നമുക്ക് ടിയുടെ പാരാമീറ്ററിലാണ് എഴുതാൻ പറ്റുക. അവിടുന്ന് നമുക്ക് ടിയിലെ ഒരു എക്സ്പ്രഷൻ എസിന്, ടീന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ എക്സ്പ്രഷൻ നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ കൊടുക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്, ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് അല്ല, ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദ ലെങ്ത് സർക്കിൾ. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ എന്ന സർക്കിളിന്റെ കൗണ്ടർ ക്ലോക്ക് ഓറിയന്റേഷനിലുള്ള പോസിറ്റീവ് ഡയറക്ഷനിലുള്ള എന്താ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ
ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ. നമ്മളൊക്കെ ടീയിലുള്ള പാരാമീറ്ററൈസേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അത് എന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു? സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസ് എ വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലെ. അപ്പോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ സെൻസറിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഫംഗ്ഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ പാരാമീറ്ററൈസേഷൻ വരിക? എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അതായിരിക്കും അതിന്റെ പാരാമീറ്ററൈസേഷൻ വരിക. അപ്പൊ തീറ്റയ്ക്ക് ഇവിടെ ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇത് സർക്കിൾ ആണ്. അപ്പൊ സിംഗിൾ സർക്കിൾ ആകുമ്പോൾ നമുക്ക് എന്ത് വരണം? അതിന്റെ ടി 0 to 2π വരെയാണ് മാപ്പ് ചെയ്യാൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ 0 to 2π വരെ ആ പാരാമീറ്റർ എന്ത് വേണം? ടി വാരി ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ പാരാമീറ്ററൈസേഷൻ നമുക്ക് ടിയിൽ അറിയാം. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദ സർക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് ഈക്വൽ എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വെക്ടർ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർ ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഇതിന്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ കാണാൻ വേണ്ടി കാര്യം എന്ത് ചെയ്യും? ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പോൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഈക്വൽ എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ അതിന്റെ ഒരു ബേസ് പോയിന്റ് ടിയിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിനെ നോമോ ആർ ഡാഷ് ഓഫ് യു ഡി യുനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് പോയിന്റ് ഇവിടുത്തെ ടീനേക്കാളും ചെറിയ 0 തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മിക്കവാറും നമ്മളെ പാരാമീറ്ററിന്റെ ഏറ്റവും ഇന്റർവെല്ലിലെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആയിരിക്കും നമ്മൾ അതിന്റെ ബേസ് പോയിന്റ് എടുക്കുക. അപ്പൊ 0 മുതൽ ടി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 0 to t നോം ഓഫ് ആർ ഡാഷ് ഓഫ് യു ചെയ്യുന്നു. അപ്പോൾ 0 to t നോം ആർ ഡാഷ് ഓഫ് യു, നമ്മൾ ആർ ഓഫ് ടി നമുക്ക് എന്തുണ്ട്? അപ്പോൾ ആർ ഡാഷ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഈ ടീന്റെ സ്ഥാനത്ത് എന്ത് വരും? യു വരും അല്ലെ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ എ കോമൺ ആണ്, എ സ്ക്വയറിന് പുറത്തെടുക്കുന്നതാണ്. വീണ്ടും ഇവിടെ ഈ സൈനും കോസും വരുന്നതിന്റെ എന്താ പെട്ടെന്ന് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്ത് വരുന്നു? 1ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡി യു ഇസിക്കൽ 0 to t എ ഡി യു വരും. അപ്പോൾ എ ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ എസ്സിനെ എസ് ഈസിക്കൽ, നമ്മളുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷനെ എസ് ഈസിക്കൽ എ ടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ആണല്ലോ. നമുക്ക് ഇനി പാരാമീറ്ററൈസേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ആർക്ക് ലെങ്ത് ഇപ്പൊ എസ്, നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് എ ടി, ടീന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ എസ് ഈസ് ഈക്വൽ ടു എ ടി എന്ന് നമുക്ക് ടീനെ നമുക്ക് എസ് ബൈ എ ഇൻ ടേംസ് ഓഫ് എസ്സിൽ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ടീയിലെ പാരാമീറ്ററൈസേഷനിലെ ടീനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എസ്സിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മളോട് ചോദിച്ചത് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ, അതായത് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസിന്റെ ടേമിൽ നമ്മളുടെ ഈ ഫംഗ്ഷനൊക്കെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ അത്രേ ചോദിച്ചിട്ടുള്ളൂ. എക്സിനും വൈയിലും എക്സിലും വൈയിലും ഉള്ള നമ്മളുടെ ഫംഗ്ഷനെ എസിന്റെ ടേമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ആർ ഓഫ് ടി എന്തായിരുന്നു? ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആയിരുന്നു അല്ലെ. ഇവിടെ ടീനെ നമുക്ക് എസ് ബൈ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഓഫ് ടി ഓഫ് എസ്. അപ്പൊ ഇവിടെ ടീന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? എസ് ബൈ എ. അപ്പൊ എ കോസ് ടീന് അല്ല എന്താവും? എ കോസ് എസ് ബൈ എ ഐ ജെ പ്ലസ് എ സൈൻ. അപ്പൊ നമുക്ക് എന്തായി? നമ്മളുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് ടിയിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇൻ ടേംസ് ഓഫ് എസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അത്രയേ ഉള്ളൂ നമ്മളുടെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 0 മുതൽ ടി വാരി ചെയ്യുന്നത് 0 മുതൽ ടി വരെ ആയിരുന്നു അല്ലെ. സോറി, 0 മുതൽ 2π വരെയായിരുന്നു ടി വാരി ചെയ്തിരുന്നത്. അപ്പൊ എസ് വാരി ചെയ്യുന്നത് അപ്പൊ എന്തായിരിക്കും? എസ് ഓഫ് ടി. അപ്പൊ എസ് ഓഫ് 0 0 വരും, എസ് ഓഫ് 2π 2a π വരും. അതെന്താ? എസ് നമുക്ക് ഇവിടെ എസ് ഈസിക്കൽ 80 വരും. അപ്പൊ നമ്മളുടെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു എ കോസ് എസ് ബൈ എ, വൈ ഈക്വൽ ടു എ സൈൻ എസ് ബൈ എ. അല്ലെങ്കിൽ അത് എന്ത്? നമ്മുടെ കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആയിരുന്നു. നമ്മളെല്ലാം വെക്ടർ വാല്യൂഡ് റെപ്രസെന്റേഷനിൽ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് എ കോസ് എസ് ബൈ എ ഐ പ്ലസ് എ സൈൻ എസ് ബൈ എന്ന് എഴുതാൻ മതി. എന്നിട്ട് അത് വാരി ചെയ്യുന്ന എസ് വാരി ചെയ്യുന്ന എവിടുന്നായിരുന്നു? ഇൻ ദ ഇന്റർവൽ ഓഫ് 0 to a π. ഓക്കെ, അപ്പൊ നമ്മൾ എസിന്റെ ഇന്റർവെല്ലും കൂടി പറയണം. നമ്മൾ ആ പാരാമീറ്ററൈസ് ചെയ്യുന്നത് ആർക്ക് ലെങ്ത് പാരാമീറ്ററിലേക്കാണ്. അപ്പൊ ആർക്ക് ലെങ്ത് പാരാമീറ്റർ ഏത് ഇന്റർവെല്ലാണ് ലൈ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമ്മളെ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു സർക്കിൾ എന്നും അതിനെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി അത് എന്ത് ചെയ്തു? ഇതിനെ നമ്മളുടെ ടിയിലുള്ള പാരാമീറ്ററൈസേഷൻ ചെയ്യുന്നു. അതിനെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് മാറ്റുന്നു. ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ നമുക്ക് എന്ത് കാണാം? നമ്മളുടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണാം. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് പാരാമീറ്റർ ടീനെ എസിന്റെ ടേമിൽ എഴുതാൻ പറ്റും. പിന്നെ ഒന്നുമില്ല, ആ ടീനെ നേരെ ഇവിടെ കൊടുത്താൽ മതി. എസിന്റെ ടേമിലുള്ള ടീനെ നമ്മൾ എങ്ങോട്ട് പുട്ട് ചെയ്താൽ മതി? നമ്മളുടെ ടീയിലെ പാരാമീറ്ററിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. സിമിലർലി നമുക്ക് റീപാരാമീറ്ററൈസ് ദ ഫോളോവിങ് ഗെയിംസ് ഇൻ ടേം ഓഫ് ആർക്ക് ലെങ്ത് എസ്. ഓക്കെ, നമുക്ക് രണ്ട്
കേവ് തന്നിട്ടുണ്ട്, അതിനെ റീപാരാമീറ്ററൈസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആർ ഓഫ് ടി എന്നുള്ള നമ്മൾ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ടി പാരാമീറ്റർ 0 2ലേക്കാണ്. അപ്പോൾ നമ്മുടെ ബേസ് പാരാമീറ്റർ ഇവിടെ 0 ആക്കി എടുക്കാം. ഇവിടെയും ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, അതിൽ 0 മുതൽ 2π വരെയാണ് ടി. അപ്പോൾ നമ്മൾ ഇതിനെ ടീന്റെ ടേമിനെ എസിന്റെ ടേമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആർ ഓഫ് ടി നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്, അതിന് ആർ ഡാഷ് ഓഫ് ടി കാണുന്നു. അത് വെച്ചിട്ട് ഞാൻ എന്ത് കാണുന്നു, നമ്മളുടെ എസ് ഓഫ് ടി നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ചെയ്യുന്നു. അവിടെ ബേസ് പാരാമീറ്റർ 0 ആണ്. ഓക്കെ, 0 എടുത്തിട്ട് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന പാരാമീറ്റർ, ആർക്ക് പാരാമീറ്റർ ഫംഗ്ഷന്റെ എസ് കാണുന്നു. അത് നമുക്ക് ഇൻ ടേംസ് ഓഫ് എസ് ഈസ് ഇക്വൽ ടു എന്താ വരുന്നത്, ഇവിടെ ഇന്റഗ്രേഷനിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ നോക്കാം. ഓക്കെ, ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ പ്ലസ് വരെ ഇന്റഗ്രേഷൻ നമുക്ക് ഇവിടെ പറയാൻ സമയമില്ല. അപ്പൊ നമുക്ക് അവസാനം എന്ത് വരും, എസ് ഈസ് ഇക്വൽ ടു 1 + t² പവർ 3/2/3 - 1/3 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു എസിനെ കൊണ്ടുവരണം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്ത് ഈ 3 ഡിനോമിനേറ്ററിൽ 3 അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 3s ആയി അല്ലെ. ഈ -1 അങ്ങോട്ട് വരുമ്പോൾ +1 ആയി. ഇവിടെ 3/2 അങ്ങോട്ട് വരുമ്പോൾ 2/3 പവർ ആയി. ഇവിടുത്തെ +1 അങ്ങോട്ട് വരുമ്പോൾ -1 ആയി. ഇവിടെ t² ആണ്, അപ്പോൾ ടി കാണാൻ വേണ്ടി റേറ്റ് 1/2. ഓക്കെ, ജസ്റ്റ് ഒരു അൽജിബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെ. അപ്പോൾ എസിനെ നമുക്ക് ടീന്റെ ടേമിലേക്ക് കിട്ടുന്നു, അവിടെ നമുക്ക് ടീനെ നമുക്ക് എസിന്റെ ടേമിൽ എഴുതാൻ പറ്റുന്നു. പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ കണ്ടെത്തിയ ടി ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ടല്ലോ, ഈ ആർ ഓഫ് ടിയിൽ എന്ത് ചെയ്താൽ മതി, ആർ ഓഫ് ടിയിൽ ടീന്റെ സ്ഥാനത്ത് ടീന്റെ എസിലെ എന്ത് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പാരാമീറ്ററൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. സിമിലർലി ഇൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആർ ഓഫ് ടി എന്നുള്ളത് നമുക്ക് 2 cos ti + 2 sin ti j ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ആർ ഡാഷ് ഓഫ് ടി കാണും. നമ്മൾ ആർ ഡാഷ് ഓഫ് ടി എന്നിട്ട് നമ്മൾ അതിന്റെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ചെയ്യുന്നു. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ പ്രോബ്ലം ഓക്കെ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കാണുന്നു, ആർ ഡാഷ് കാണുന്നു. ആർ ഡാഷ് അതൊക്കെ ആർ ഡാഷ് ആണ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ആർ ഡാഷിനെയാണ് ഇവിടെ വി ഓഫ് ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ ആർ ഡാഷ് പകരം വി ഓഫ് ടൗ ചെയ്യുന്നു. ഓക്കെ, നേരത്തെ ഇക്വേഷനിൽ ആർ ഡാഷിന് വേണ്ട വി ഓഫ് dr/dt ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒരു എക്സ്പ്രഷനിൽ മാറ്റൊന്നും ആരും കാര്യമാക്കേണ്ട, ഇവിടെ ആർ ഡാഷ് ഓഫ് ടി എന്നിട്ട് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം എസ് കാണുന്നു, അതിന് 0 ആണ് ബേസ് പോയിന്റ്, 0 to t വെച്ച് നമ്മൾ അതിന്റെ എസ് കാണുന്നു. സിമ്പിൾ ആണോ, ഈ സൈനും കോസ് വരുമ്പോൾ തന്നെ അവിടെ sin² x + cos² x 1ലേക്ക് പോകും. സിമ്പിൾ സാധനങ്ങളാണ് വരിക. അപ്പോൾ 0 t 2t വരും. അപ്പോൾ s = 2t കിട്ടുമ്പോൾ t = s/2. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെയുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ എന്ത് ചെയ്താൽ മതി, ടീന്റെ സ്ഥാനത്തൊക്കെ s/2 കൊടുത്ത് നമ്മൾ പാരാമീറ്ററൈസേഷൻ കംപ്ലീറ്റ് ആണ്. ഇതും വേറെ ഇതേ സിമിലർലി ഉള്ള പ്രോബ്ലം മാത്രമാണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിന്റെ ഒരു ടേം, പുതിയൊരു ടേം കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നുമില്ല. നമുക്ക് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷനിൽ വെച്ച് ടീനെ എസിന്റെ ടേമിലേക്ക് മാറ്റി എന്നിട്ട് ഇവിടെ കൊടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ അല്ലെ. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദ ഹെലിക്സ് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. that has reference point r of 0 = 100 എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ. ഓറിയന്റേഷൻ ആസ് ദ ഗിവൺ സർക്കുലർ ഹെലിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പൊ ആർ ഓഫ് ടി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആർ ഡാഷ് ഓഫ് ടി തന്നിട്ടുണ്ട്. എന്നിട്ട് ചൂസിങ് r of 0 = 100 ആസ് എ റെഫറൻസ് പോയിന്റ്. അപ്പൊ ടി നോട്ട് ഉള്ളത് 0 ആക്കി എടുക്കുന്നു. നമ്മുടെ ബേസ് പോയിന്റ് 0 ആണ്. അപ്പൊ s = s of t 0 to t ആർ ഡാഷ് നമ്മൾ നോം ആർ ഡാഷ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ആർ ഡാഷിൽ നമ്മൾ എന്താ നോം കാണുന്ന √sin², ഇവിടെ sin² cos² 1 ആകുമ്പോൾ 1 + 1 ഇവിടെ √2 വരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ബേസ് പോയിന്റ് 0 എടുക്കുന്നു, 0 to t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ എസിനെ ഇൻ ടേംസ് ഓഫ് ടിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ s ഒരു ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണും. അപ്പൊ ഈ ഒരു ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണുക, അപ്പൊ നമ്മൾ എപ്പോഴും എക്സാമിനൊക്കെ ഈ പ്രോബ്ലം വരുമ്പോൾ ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ചിലപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള വരികയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊരു വഴിയും മെത്തേഡും ശരിയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു മാർക്ക് അവിടെ മിസ്സാവുള്ളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒരു ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണുക. നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഒന്നെങ്കിൽ അതിന്റെ ഒരു സർക്കിൾ ഒരു കേവ് തന്നിട്ടുണ്ടാവും, അവിടെ നമുക്ക് പാരാമീറ്ററൈസ് ചെയ്തിട്ട് നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസിനെ ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ നമുക്ക് ടി പാരാമീറ്ററിന്റെ ഒരു എക്സ്പ്രഷൻ എസ് കിട്ടും. അതിന് നേരെ നമ്മളുടെ വെക്ടർ ഇക്വേഷനിൽ റെപ്രസെന്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാരാമീറ്ററൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഒരു പുതിയ 2 ടേമുകളായിരുന്നു എന്താ ആർക്ക് ലെങ്ത് കാണുന്നു, ആർക്ക് ലെങ്ത് ഫംഗ്ഷനും. അതിനെ നമ്മൾ എന്താ പാരാമീറ്ററൈസേഷൻ മാറ്റുന്നത് അല്ലേ. നമ്മൾ ഇതുവരെ ടിയിലായിരുന്നു പാരാമീറ്ററൈസേഷൻ ചെയ്തിരിക്കുന്നത്, അതിനെ എസ് പാരാമീറ്ററൈസേഷനിലേക്ക് മാറ്റുന്ന പ്രോബ്ലങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലം ഒക്കെ അങ്ങനെ തന്നെ അല്ലേ. എസിനെ കിട്ടി, എസിനെ ഇൻ ടേംസ് ഓഫ് ടി കിട്ടി കഴിഞ്ഞാൽ ആർ ഓഫ് ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ടീന്റെ സ്ഥാനത്തൊക്കെ s/√2 കൊടുക്കുക. ഓക്കെ, അതുപോലെ ടി ഇൻക്രീസ് ചെയ്യുന്ന എസ് ഇൻക്രീസസ് ഫ്രം 0 to t, 0 to s ഇൻക്രീസ് ഫ്രം 0 as t ഇൻക്രീസ് ഫ്രം 0. ഓക്കെ, നമുക്കിവിടെ ഇന്റർവെൽ ടിയുടെ ഇന്റർവെൽ ഒന്നുമില്ല, ടി സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എസിന്റെയും നമ്മുടെ എസ് പാരാമീറ്ററിന്റെയും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഇതുപോലെയുള്ള ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മോഷനെ കുറിച്ചും അതിന്റെ കേവിനെ കുറിച്ചും കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് പോകണം. ഓക്കെ, അതൊക്കെ നമുക്ക് അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.